ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിലും ചേലക്കരയിലും തിരക്ക് കുറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ഉയർത്താൻ തീവ്രശ്രമം. വയനാട്ടിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷം പോലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗും മന്ദഗതിയിൽ. ഗ്രാമപ്രദേശങ്ങളിൽ ബൂത്തുകളിൽ രാവിലെ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും നഗരപ്രദേശങ്ങളിലെ ബൂത്തുകളിൽ തിരക്ക് കുറവായിരുന്നു. ചില സ്ഥലങ്ങളിൽ രാവിലെ മഴ പെയ്തു. 4:50 ആയപ്പോൾ 59.25% പോളിംഗ്. തിരുവമ്പാടി മണ്ഡലത്തിലെ പോളിംഗ്: പുരുഷന്മാര് 56.60%, 91,434 പേരിൽ 51,753 പേർ വോട്ട് രേഖപ്പെടുത്തി. സ്ത്രീകള് 61.85%, 93,371 പേരിൽ 57,758 പേർ വോട്ട് രേഖപ്പെടുത്തി. ട്രാൻസ്ജെൻഡര് 33.33%, 3 പേരിൽ ഒരാൾ വോട്ട് രേഖപ്പെടുത്തി. സൽമാൻ ഖാനെ ഭീഷണിപ്പെടുത്തിയത് ബിഷ്ണോയി അല്ല. പാട്ട് ഹിറ്റാകാൻ ഗാനരചയിതാവിന്റെ ഐഡിയ ബിഷ്ണോയെ സംഘത്തിൽ നിന്ന് വ്യാജേന ബോളിവുഡ് നടൻ സൽമാൻ ഖാനു നേരെ വധഭീഷണി സന്ദേശമയച്ച കേസിൽ നടന്റെ പുതിയ ചിത്രത്തിലെ ഗാനരചയിതാവ് അറസ്റ്റിൽ. 24-കാരനായ സൊഹൈൽ പാഷയാണ് കർണാടകയിലെ റൈച്ചൂരിൽ നിന്ന് അറസ്റ്റിലായത്. സൽമാൻ ഖാന്റെ റിലീസാകാനിരിക്കുന്ന പുതിയ ചിത്രത്തിലെ മേ സിക്കന്ദർ ഹൂം എന്ന പാട്ടിന്റെ രചയിതാവാണ് സൊഹൈൽ. താനും തന്റെ പാട്ടും പ്രശസ്തമാകുന്നതിനു വേണ്ടിയായിരുന്നു സൊഹൈലിന്റെ നടപടിയെന്ന് പോലീസ് പറഞ്ഞു. നവംബർ 7-നാണ് മുംബൈ പോലീസിന്റെ വാട്സാപ്പ് ഹെൽപ്പ് ലൈനിൽ ഭീഷണി സന്ദേശം ലഭിച്ചത്. 5 കോടി രൂപ നൽകിയില്ലെങ്കിൽ ബിഷ്ണോയിയെക്കുറിച്ച് പരാമർശമുള്ള മേ സിക്കന്ദർ ഹൂം പാട്ടിന്റെ എഴുത്തുകാരനെയും സൽമാൻ ഖാനെയും വധിക്കുമെന്നായിരുന്നു സന്ദേശം. ഗാനരചയിതാവിന് ഇനി പാട്ടെഴുതാൻ കഴിയാത്തവിധമാക്കുമെന്നും സൽമാന് ധൈര്യമുണ്ടെങ്കിൽ അയാളെ രക്ഷിക്കാനും സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ റൈച്ചൂരിലുള്ള വെങ്കടേഷ് നാരായൺ എന്നയാളിന്റെ ഫോണിൽ നിന്നാണ് സന്ദേശം വന്നതെന്ന് കണ്ടെത്തി. എന്നാൽ ഈ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള OTP നമ്പർ വെങ്കടേഷിന്റെ ഫോണിൽ വന്നത് ശ്രദ്ധിച്ച പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മാർക്കറ്റിൽ വെച്ച് ഒരു അപരിചിതൻ കോൾ ചെയ്യാൻ തന്റെ ഫോൺ വാങ്ങിയിരുന്ന കാര്യം അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സൊഹൈലാണ് വെങ്കടേഷിന്റെ ഫോൺ ഉപയോഗിച്ച് ഭീഷണി സന്ദേശം അയച്ചെന്ന് തെളിഞ്ഞു. സൊഹൈലിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിച്ചു. ഇയാളെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മാധ്യമങ്ങളിൽ വന്നത് വ്യാജവാർത്ത. പിന്നിൽ ഗൂഢാലോചന. ഡിജിപിക്ക് പരാതി നൽകി EP ജയരാജൻ. ആത്മകഥ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിജിപിക്ക് പരാതി നൽകി EP ജയരാജൻ. തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ വ്യാജമാണെന്ന് ജയരാജൻ പരാതിയിൽ പറഞ്ഞു. ഉപതിരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത വന്നതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ആത്മകഥയിലെ ഭാഗം എന്നു പറഞ്ഞു മാധ്യമങ്ങളിൽ വന്ന ഭാഗം വ്യാജമാണ്. വ്യാജരേഖ, ഗൂഢാലോചന എന്നിവ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ജയരാജൻ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുറത്തുവന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയരാജൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്ന് അറിയിച്ച DC ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചുമില്ല. ഉപതിരഞ്ഞെടുപ്പ് ദിനത്തിൽ CPMനെയും സർക്കാരിനെയും വെട്ടിലാക്കിയാണ് രാവിലെ തന്നെ EP ജയരാജന്റെ ആത്മകഥാ വിവാദം ഉടലെടുത്തത്. LDF കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ലെന്നാണ് പുറത്തുവന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ വിമർശനം. 2ാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് അടുത്ത വിമർശനം. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി P സരിൻ വയ്യാവേലിയാകുമെന്ന് ഉൾപ്പെടെയുള്ള ഗുരുതര പരാമർശങ്ങളും ആത്മകഥയിലുണ്ടായിരുന്നു. ശത്രുക്കൾ ഭയക്കും, US ഇനി തലകുനിക്കില്ല. ഫോക്സ് ന്യൂസ് അവതാരകൻ ട്രംപിന്റെ പ്രതിരോധ സെക്രട്ടറി. വാഷിംഗ്ടൺ. ഫോക്സ് ന്യൂസ് അവതാരകൻ പീറ്റർ ഹെഗ്സത്തിനെ പ്രതിരോധ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത് US നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിരോധ സെക്രട്ടറി നിയമനത്തിലെ പരമ്പരാഗത കീഴ്വഴക്കങ്ങളെ കാറ്റിൽ പറത്തിയാണ് പീറ്റിന്റെ നിയമനം. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള പീറ്റിന്റെ അനുഭവജ്ഞാനം സൈന്യത്തിന് കരുത്താകുമെന്ന് ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞു. കടുത്ത തീരുമാനങ്ങളെടുക്കുന്ന മിടുക്കനായ വ്യക്തിയും US ആദ്യം നയത്തിന്റെ ശരിയായ വിശ്വാസിയുമാണ് പീറ്റ്. US പ്രതിരോധ സേനയുടെ തലപ്പത്തുള്ളപ്പോൾ ശത്രുക്കൾ ഭയക്കും. നമ്മുടെ സൈന്യം വീണ്ടും മഹത്തരമാകും. US ഇനി ഒരിക്കലും തലകുനിക്കുകയില്ലെന്നും ട്രംപ് പറഞ്ഞു. വീട്ടിലെ വൈഫൈ കണക്ഷൻ ഇന്ത്യയിലെവിടെയിരുന്നും ഉപയോഗിക്കാം. പുതിയ സേവനവുമായി BSNL. ഓരോ ദിവസവും നിരവധി സേവനങ്ങളാണ് BSNL ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. ഇപ്പോഴിതാ കമ്പനി അതിന്റെ ദേശീയ വൈഫൈ റോമിംഗ് സേവനം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് BSNL FTTH ഫൈബർ ടു ദി ഹോം ഉപയോക്താക്കളെ ഇന്ത്യയിലുടനീളമുള്ള സാൻജെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ അനുവദിക്കുന്ന സംവിധാനമാണ്. വീട്ടിലെ വൈഫൈ രാജ്യത്ത് എവിടെയുമിരുന്ന് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത. BSNL FTTH ഉപഭോക്താക്കൾക്ക് ഒരു നിശ്ചിത സ്ഥലത്ത് മാത്രമേ അതിവേഗ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയൂ. BSNLിൽ പുതിയ ദേശീയ വൈഫൈ റോമിംഗ് സേവനം അവതരിപ്പിക്കുന്നതോടെ ഉപഭോക്താക്കൾക്ക് ഇന്ത്യയിലെ എവിടെനിന്നും അതിവേഗ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. രാജ്യത്തുടനീളം തങ്ങളുടെ സേവനം മികവോടെ വ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സേവനം BSNL ഉപയോക്താക്കൾക്ക് നൽകുന്നത്. BSNL FTTH നാഷണൽ വൈഫൈ റോമിംഗ് സേവനം ഉപയോഗിക്കുന്നതിന് ഉപഭോക്താക്കളെ BSNL വെബ്സൈറ്റിൽ www.portal.bnsl.in/oil രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷന് പ്രക്രിയയിൽ സ്ഥിരീകരണം പൂർത്തിയാക്കാൻ ഉപയോക്താക്കള് അവരുടെ FTTH കണക്ഷന് നമ്പറും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും നൽകേണ്ടതുണ്ട്.
ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും BSNL വൈഫൈ കണക്ഷൻ ലഭ്യമാണെങ്കിൽ രാജ്യത്തെ എവിടെ പോയാലും അതിവേഗ ഇന്റർനെറ്റ് ആസ്വദിക്കാനാകും. കഴിഞ്ഞ ദിവസം ബജറ്റ് റീചാർജ് സേവനവുമായി BSNL എത്തിയിരുന്നു. 1.5 മാസം കാലാവധിയുള്ള 250 രൂപയിൽ താഴെയുള്ള പ്ലാനാണിത്. 45 ദിവസം കാലാവധിയുള്ള ഈ പ്രീപെയ്ഡ് പ്ലാനിന് 249 രൂപയാണ് താരിഫായി വരിക. എല്ലാ നെറ്റ്വർക്കുകളിലേക്കും പരിധിയില്ലാതെ വിളിക്കാം. പ്രതിദിനം 100 SMS സൗജന്യമാണ്. ഈ പ്ലാന് അനുസരിച്ച് പ്രതിദിനം 2 GB ഡേറ്റയാണ് ലഭിക്കുക. പതങ്കയത്ത് ഡാം സൈറ്റിൽ വീണ്ടും പുലി. കോടഞ്ചേരി നാരങ്ങാതോട് പതങ്കയത്തുള്ള മിനാർ കമ്പനിയുടെ മിനി ജലവൈദ്യുത പദ്ധതിയുടെ ഡാം സൈറ്റിൽ ഇന്ന് വെളുപ്പിന് 4:20 ഒരു പുലിയെ കണ്ടതായി വിവരം. പുലി വന്നതായ ദൃശ്യം ഡാം സൈറ്റിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ജീവനക്കാർ നേരിട്ട് കണ്ടതായും പറയുന്നു. ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി. സൈക്കിൾ മരത്തോൺ സംഘടിപ്പിച്ചു. കൽപ്പറ്റ ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി JSCI കൽപ്പറ്റ, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്, വയനാട് ബൈക്കേഴ്സ് ക്ലബ്ബ് എന്നിവയുമായി സഹകരിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൈക്കിൾ മാരത്തോൺ സംഘടിപ്പിച്ചു. അമേത്തി MP ശ്രീ കിശോരിലാൽ ശർമ്മ ഫ്ളാഗ് ഓഫ് ചെയ്ത പരിപാടിയിൽ JSCI കൽപ്പറ്റ ചാപ്റ്റർ പ്രസിഡന്റ് ശിഖ നിതിൻ, സെക്രട്ടറി സംഗീത, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് DGM ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ, ആസ്റ്റർ വോളണ്ടിയർ ലീഡർ മുഹമ്മദ് ബഷീർ, വയനാട് ബൈക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സാജിദ്, സെക്രട്ടറി ശ്രീ ആരിഫ്, പ്രേംജിത്ത് എന്നിവർ സംസാരിച്ചു. രാവിലെ 8 മണിക്ക് സിവിൽ സ്റ്റേഷൻ പരിസരത്തിൽ നിന്ന് തുടങ്ങിയ റാലി 10 മണിയോടെ മുണ്ടേരി സ്കൂളിൽ സമാപിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേള അലങ്കോലമാക്കാന് നീക്കം, 3-അംഗ സമിതി അന്വേഷിക്കും. 2 സ്കൂളുകളോടും വിശദീകരണം തേടും. സംസ്ഥാന സ്കൂൾ കായികമേള സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി MI മീനാംബിക, ജോയിന്റ് സെക്രട്ടറി ബിജുകുമാർ BT, SCERT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് RK തുടങ്ങിയവരാണ് സമിതി അംഗങ്ങൾ. 2 ആഴ്ചക്കകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം. തിരുനാവായ നാവാമുകുന്ദ, കോതമംഗലം മാർ ബേസിൽ എന്നീ സ്കൂളുകളോട് വിശദീകരണം തേടാനും തീരുമാനിച്ചു. മേളയിൽ സ്പോർട്സ് സ്കൂളുകളും ജനറൽ സ്കൂളുകളും ഒരുമിച്ച് മത്സരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മികച്ച സ്കൂളിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ഉയർന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പഠനം നടത്തി ഒരു പ്രൊപ്പോസൽ തയ്യാറാക്കാൻ കായികരംഗത്തെ വിദഗ്ധരടങ്ങുന്ന സമിതിയെ നിയോഗിക്കും. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിലും മാൻവല പരിഷ്കരണമടക്കം നടത്താനും യോഗം തീരുമാനിച്ചു. സർക്കാർ ആശുപത്രികളിൽ രക്തസമ്മർദ്ദ പരിശോധന നിർബന്ധമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവരുടെ രക്തസമ്മർദ്ദം പരിശോധിക്കാൻ ഡോക്ടർമാർക്ക് മടിയെന്ന് പരാതി. ഇതിനെ തുടർന്ന് ചികിത്സയ്ക്കെത്തുന്ന രോഗികളിൽ ആവശ്യമുള്ളവർക്കെല്ലാം രക്തസമ്മർദ്ദ പരിശോധന നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പരിശോധന ഉണ്ടെന്ന് സ്ഥാപന മേധാവികൾ ഉറപ്പാക്കുകയും വേണം. രോഗിയുടെ രക്തസമ്മർദ്ദം, താപനില, നാഡിമിടിപ്പ്, ശ്വസന നിരക്ക് എന്നിവ എടുക്കുന്നത് നിർണായകമാണ്. രോഗിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് വിലയിരുത്താനും ഇത് സഹായിക്കും. മുൻപ് ഇവ പരിശോധിച്ച ശേഷമാണ് ഡോക്ടർമാർ രോഗവിവരങ്ങൾ ചോദിച്ച് അറിഞ്ഞിരുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.